പെരുമ്പടപ്പ് പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പുഴക്കരയിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ അതിക്രമങ്ങളൊക്കെ ഉണ്ടായത്. 9ഓളം വരവുകൾ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിലും എത്തിയിരുന്നു. ചെറിയ ചെറിയ കശപിശകൾ കുട്ടികൾ തമ്മിൽ ഉണ്ടായിരുന്നു. അതൊക്കെ മുതിർന്നവർ നിയന്ത്രിച്ച് അമ്പലത്തിലെത്തുകയും അതിനുശേഷം പോലീസ് അവരുടെ വാദ്യമേളത്തിന്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ ലാത്തി ചാർജ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ലാത്തി ചാർജ് ചെയ്തപ്പോൾ കുട്ടികളെല്ലാം പല വഴിക്ക് ചിതറിയോടിയതിനു ശേഷം അവിടെ വളരെ ശാന്തമായ അന്തരീക്ഷമായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു പോലീസുകാരൻ ഒറ്റക്കായി ഈ കുട്ടികളെ അടിക്കാനായി പോവുകയും ഒരു കുട്ടിയുടെ പല്ല് ലാത്തി ചാർജിൽ 3 പല്ലുകൾ പൊട്ടും, അതുപോലെ ചുണ്ട് പിളർന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കണ്ട അയാളുടെ ജ്യേഷ്ഠൻ, ഈ 1-ാം പ്രതി എന്ന് പറയപ്പെടുന്ന ആ കുട്ടി, സ്വാഭാവികമായൊരു പ്രതികരണം എന്ന നിലയിൽ പോലീസിനെ തള്ളുകയോ മറ്റോ ചെയ്തു. പോലീസിന്റെ ഭാഷയത്തിൽ പോലീസിനെ അതിക്രമിച്ചു എന്നാണ് പറയുന്നത്. ഇത് കണ്ടു നിൽക്കുന്ന ഈ അയൽവാസി കൂടിയായ ഒരു ബാലകൃഷ്ണൻ എന്നൊരു സുഹൃത്ത് ഇവരെ പോയി, അയാൾ അങ്ങനെ ചെയ്യുന്ന കുട്ടിയല്ല, അവനെ അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റിയതല്ല, യാദൃശികമായി സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇയാളെ പിടിച്ച് 4 ഇടിയും കൊടുത്ത് പോലീസ് ജീപ്പിൽ കയറ്റുകയും, ഇത് കണ്ടു നിൽക്കുന്ന ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ടാണ് ഈ ബാലകൃഷ്ണൻ ഈ ഉത്സവത്തിന് പോയിട്ടുള്ളത്. ആ സന്ദർഭത്തില് ഇത് കണ്ട ഭാര്യ അവിടെ ബോധം കെട്ട് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോഴും അവര് അതിൽ നിന്ന് വിമുക്തയല്ല. അതുപോലെ തന്നെ ഈ സുരേഷ് കാക്കനാഥിന്റെ വീട്ടില് ഇവരെത്തുമ്പോൾ അവിടെ സ്ത്രീകളും ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഒരു ചേച്ചിയൊക്കെ അവിടെ ഉള്ളത്. അപ്പൊ അവരുടെ മുന്നിലിട്ടാണ് ഈ കുട്ടിയെ മൃഗീയമായി മർദ്ദിച്ച് വലിച്ചിഴച്ചത്, അരുൺ എന്ന് പറഞ്ഞ ആ കുട്ടിയെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർക്കുണ്ടായ, അവിടെ ചെറിയ കുട്ടികളുണ്ട്, 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവിടെ. അവർക്കുണ്ടായിട്ടുള്ള മെന്റൽ ട്രോമ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും. ആ ഭീതി വിട്ടുമാറിയിട്ടില്ല അവരിൽ നിന്ന്. ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ച 3 കുട്ടികളും ഇതിലൊന്നും പെട്ട കുട്ടികളല്ല. അതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. അവർക്ക് ഈ സംഭവങ്ങളുമായിട്ട് ബന്ധമില്ല, അവർ പ്രതികളല്ല. പ്രതികളുമായി ബന്ധമുണ്ട്, അവരുടെ ബ്ലഡ് റിലേഷനാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ ആ ക്ലബിലുള്ള ആളുകളാണ് എന്നുള്ള ഒറ്റ കാരണത്താലാണ് അവരെ ഈ അർദ്ധരാത്രിക്ക് ശേഷം സിവിൽ പോലീസ് ഓഫീസർമാര് മഫ്തി വേഷത്തിൽ ഒരു സ്വകാര്യ വാഹനത്തിൽ വന്ന് ഇതുപോലെ വീടുകളിൽ അഴിഞ്ഞാട്ടം നടത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് കേരളത്തിലെ പോലീസിന് ഒട്ടും ആശാസ്യമായ ഒരിക്കലും ഒരു പോലീസ് നയത്തിന്, സംസ്ഥാന ഗവൺമെന്റ് തുടർന്നു വരുന്ന പോലീസ് നയത്തിന് അനുഗുണമായ ഒരു സമീപനമല്ല എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാവില്ല. അക്കാര്യത്തിൽ ആ പ്രദേശം മുഴുവൻ ആകെ ഭയഭീതരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ദളിത് കുടുംബങ്ങളിൽപ്പെട്ട ഈ ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ വീടുകളിലാണ് ഇങ്ങനെയുള്ളൊരു അതിക്രമം ഉണ്ടായത് എന്നുള്ളത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ?